മിശിഹാനുകരണം 2-ാം അധ്യായം. വിനയശീലം. എല്ലാ മനുഷ്യരും പ്രകൃത്യാ വിജ്ഞാനം സമ്പാദിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവഭയം കൂടാതെ വിജ്ഞാനം കൊണ്ട് എന്ത് പ്രയോജനം? സ്വന്തം കാര്യം അവഗണിച്ച് ആകാശമണ്ഡലത്തിൻ്റെ ഗതിയെക്കുറിച്ച് ആലോചിക്കുന്ന അഹങ്കാരിയായ ഒരു തത്വശാസ്ത്രിയേക്കാൾ ദൈവത്തെ സേവിക്കുന്ന വിനീതനായ ഒരു കർഷകനാണ് ഉത്തമൻ. തന്നെത്താൻ നല്ലവണ്ണം അറിയുന്നവൻ സ്വന്തം ദൃഷ്ടിയിൽ ഹീനനാണ്. അയാൾ മനുഷ്യ പ്രശംസകളിൽ സന്തോഷിക്കുന്നുമില്ല. ലോകത്തിലുള്ള സർവവും എനിക്കറിയാമെങ്കിലും ഞാൻ ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ പ്രവൃത്തിയിൽ നിന്ന് എന്നെ വിധിക്കാനിരിക്കുന്ന ദൈവത്തിൻ്റെ തിരുമുമ്പിൽ എനിക്കെന്ത് പ്രയോജനം? അറിവാനുള്ള അമിതമായ ആഗ്രഹം വർജിക്കുക. എന്തെന്നാൽ അതിൽ അധികമായ ബോധപകർച്ചയും ചതിയുമുണ്ട്. പഠിപ്പുള്ളവർക്ക് തങ്ങൾ ജ്ഞാനസമ്പന്നന്മാരാണെന്ന് ശേഷം പേർ കാണണമെന്നും അവർ അങ്ങനെ പറയണമെന്നും വളരെ ആഗ്രഹമുണ്ട്. അറിയുന്നതുകൊണ്ട് ആത്മാവിന് അത്യല്പം മാത്രം പ്രയോജനകരവും അഥവാ അല്പം പോലും പ്രയോജനമില്ലാത്തതുമായ വളരെ സംഗതികളുണ്ട്. തൻ്റെ നിത്യരക്ഷയ്ക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളിലല്ലാതെ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധാലുവായിരിക്കുന്നവൻ കേവലം മൂഢനാണ്. അധിക സംസാരം ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്നില്ല. എന്നാൽ ഒരു നല്ല ജീവിതം മനസ്സിന് ആശ്വാസം നൽകുന്നു. നിർമ്മല മനസാക്ഷി ദൈവത്തിൽ വലിയ ശരണം ജനിപ്പിക്കുകയും ചെയ്യുന്നു. എത്ര അധികവും വിശിഷ്ടവുമായ അറിവ് നിനക്കുണ്ടോ, നിന്റെ ജീവിതം അതനുസരിച്ച് കൂടുതൽ പരിശുദ്ധമല്ലെങ്കിൽ നിന്റെ ശിക്ഷാവിധി അത്രത്തോളം കഠിനമായിരിക്കും. ആകയാൽ യാതൊരു കലയോ ശാസ്ത്രമോ പഠിച്ചതുകൊണ്ട് നീ അഹങ്കരിക്കരുത്. നിനക്ക് കിട്ടിയിരിക്കുന്ന വിജ്ഞാനം നിമിത്തം നീ ഭയപ്പെടുകയാണ് ഉത്തമം. നിനക്ക് അനേകം സംഗതികൾ അറിയാമെന്നും അവ വേണ്ടിടത്തോളം നന്നായി നീ ഗ്രഹിച്ചിട്ടുണ്ടെന്നും നിനക്ക് തോന്നുന്നെങ്കിൽ നിനക്കറിഞ്ഞുകൂടാത്ത മറ്റനവധി കാര്യങ്ങൾ ഉണ്ടെന്ന് ധരിച്ചു കൊള്ളുക. നിന്റെ വിചാരത്തിൽ നീ അഹങ്കരിക്കണ്ട. പ്രത്യുത നിന്റെ അറിവില്ലായ്മ മുഴുവനും സമ്മതിച്ചു പറയുക. നിന്നേക്കാൾ പഠിപ്പുള്ളവരും കൂടുതൽ നിയമജ്ഞന്മാരുമായി പലരുമുള്ളപ്പോൾ നീ മറ്റാരെയെങ്കിലും കൂടുതൽ അറിവുള്ളവനാണെന്ന് നടിക്കുന്നതെന്ത്? ഉപകാരപ്രദമായ വല്ലതും അറിവാനും പഠിക്കാനും നീ ആശിക്കുന്നെങ്കിൽ ശേഷം പേർ നിന്നെ അപ്രസിദ്ധനും നിസ്സാരനുമായി ഗണിക്കുവാൻ ആഗ്രഹിച്ചു കൊള്ളുക. തന്നെ യഥാർത്ഥമായി അറിയുകയും നിന്ദിക്കുകയും ചെയ്യുവാൻ പഠിക്കുന്നതാണ് എത്രയും ശ്രേഷ്ഠവും പ്രയോജനകരവുമായ പാഠം. തന്നെക്കുറിച്ച് യാതൊരു മതിപ്പും ഇല്ലാതിരിക്കുന്നതും മറ്റുള്ളവരെക്കുറിച്ച് സദാ ഗുണമായും മേന്മയായും ചിന്തിക്കുന്നതും ഉന്നതമായ ജ്ഞാനവും പരിപൂർണതയും അത്രേ. മറ്റൊരുത്തൻ പരസ്യമായ പാപം ചെയ്യുകയോ അഥവാ ഗൗരവമായ വല്ല ഹീനതയും പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് കണ്ടാൽ നീ അവനേക്കാൾ യോഗ്യനാണെന്ന് വിചാരിക്കരുത്. എന്തുകൊണ്ടെന്നാൽ നിനക്ക് എത്ര കാലത്തേക്ക് നന്മയിൽ നിലനിൽക്കാൻ സാധിക്കുമെന്ന് നിനക്കറിഞ്ഞുകൂടാ. നാം എല്ലാവരും ബലഹീനരാണ്. നിന്നെക്കാൾ കൂടുതൽ ബലഹീനനെന്ന് നീ ഒരുത്തനെയും ഗണിക്കരുത്.